ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ മധുരം ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും. ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പനീർ പെട്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഫില്ലിങ്ങും നമ്മൾ വ്യത്യസ്തമായിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. നെയ്യ് നിങ്ങൾക്ക് കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം കേട്ടോ. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ കഷ്ണങ്ങളാക്കിയത്, അതുപോലെ കുറച്ച് നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് നട്ട്സും ചേർത്ത് കൊടുക്കാം, എത്ര അളവിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടുതൽ നട്ട്സൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 3 വലിയ ക്യാരറ്റാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ക്യാരറ്റ് എടുത്താൽ മതി. ഇനി ക്യാരറ്റ് നല്ല പോലെ വഴറ്റി ഒന്ന് വെന്ത് വരണം. നന്നായിട്ട് ക്യാരറ്റ് വെന്തതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഈ പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ പഞ്ചസാര ചേർക്കാൻ കാരണം എല്ലാവർക്കും പെട്ടെന്ന് ചേർക്കാൻ പറ്റുന്ന പഞ്ചസാര ആയിരിക്കും. കണ്ടൻസ്ഡ് മിൽക്ക് ആകുമ്പോൾ എല്ലാവരും എപ്പോഴും വീട്ടിലൊന്നും കൊണ്ട് വെച്ചിട്ടുണ്ടാവില്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് കിട്ടും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഏലക്കൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരുപാട് സമയം നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി കുറച്ച് സമയം വെച്ചതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഒരു ബൗളിൽ ഒരു കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. മുട്ട നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. സാധാരണ നമ്മുടെ ഇതിൻ്റെ ഒരു ഷീറ്റ്, പനീർ പെട്ടിയുടെ ഷീറ്റ് ഉണ്ടാക്കൽ മൈദയിലാണ് കേട്ടോ. ഞാനിവിടെ ഗോതമ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദ എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ മൈദയും ഗോതമ്പും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ 1.5 ഗ്ലാസ് കറക്റ്റായിട്ട് തന്നെ ഗോതമ്പ് പൊടി തന്നെയാണ് ചേർത്തിട്ടുള്ളത്. ഇങ്ങനെ ആകുമ്പോൾ മൈദ കഴിക്കാത്തവർക്കും കഴിക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ ഫില്ലിങ് നല്ല സ്വീറ്റാണ്. അതുപോലെ ഷുഗർ സിറപ്പും കൂടെ വരുന്നുണ്ട്. നല്ല പോലെ മിക്സ് ചെയ്തിട്ട് സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ കലക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് കലക്കി എടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഇതിനൊക്കെ ഉണ്ടാക്കുന്ന പാൻ കേക്കിൻ്റെ ഒക്കെ ആ ഒരു ബാറ്ററിലാണ് നമ്മളിത് കലക്കിയെടുക്കേണ്ടത്. അപ്പോൾ സാധാരണ ഈ ഒരു പനീർ പെട്ടിക്ക് മുട്ടയുടെ ഫില്ലിംഗ് ആണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. ഈ ബാറ്ററിലും മുട്ടയായിരിക്കും, ഫില്ലിങ്ങും മുട്ടയായിരിക്കും. അപ്പോൾ മുട്ടേൻ്റെ ആ ഒരു ടേസ്റ്റ് ആവും മുന്നിട്ട് നിൽക്കുക. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ മുട്ടേൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവർക്കും ഇത് ഇഷ്ടമാവും. ഇതിലേക്ക് കുറച്ച് എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്ത എള്ളാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ എള്ള് നിർബന്ധമൊന്നുമില്ല കേട്ടോ. എള്ള് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കടിക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പാകത്തിന് കലക്കിയിട്ട് നമ്മൾ ഇതൊരു പാനിൽ കുറച്ച് നെയ്യൊന്ന് തടവിയിട്ട് ഓരോന്നായിട്ടൊന്ന് കനം കുറച്ചിട്ട് ചുട്ടെടുക്കുക. നമ്മൾ കട്ടിയില്ലാത്ത പാൻ കേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഒരു ഭാഗം റെഡിയാകുമ്പോൾ തിരിച്ചിട്ടിട്ട് 2 ഭാഗം ഒന്ന് കുക്കാക്കി എടുക്കുക. ഇതൊന്നും ഒരുപാട് ടൈം വെച്ചിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ബാക്കി മാവൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വലുത് വേണമെന്നുണ്ടെങ്കിൽ വലിയ പാനിലോ തവയിലോ വെച്ചിട്ട് നിങ്ങൾക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നെയ്യ് ഓരോന്നിനും ഞാൻ നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. നെയ്യിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടെ ആ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാരയും ഒരു 1/4 കപ്പ് വെള്ളം കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. പ്രത്യേകിച്ചൊന്നുമില്ല, അത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പാൻ കേക്കൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് ഓരോന്നിലും നിറച്ചിട്ട് നമ്മളിതുപോലെ ബോക്സ് പോലെ ഒന്ന് മടക്കിയിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ലെയറുകളായിട്ട് ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ ഫില്ലിങ്ങൊക്കെ എത്രത്തോളം വെക്കണം എന്നൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെ ചെയ്യുക കേട്ടോ. ഇതുപോലെ 4 ഭാഗത്തുനിന്നും നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കുക. ഇനി ആ മടക്കിയത് എടുത്തിട്ട് നമ്മൾ വീണ്ടും വേറൊരു പാൻ കേക്കിൽ കുറച്ച് ആ ഒരു ക്യാരറ്റിൻ്റെ ഫില്ലിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ബോക്സും കൂടെ വെച്ചിട്ട് അങ്ങനെ എത്രണ്ണം വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും.
അപ്പോൾ അതും അതേപോലെ തന്നെ നമ്മൾ 4 ഭാഗത്തു നിന്നൊന്ന് മടക്കിയിട്ട് ഒരു സ്ക്വയർ ഷേപ്പ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത് ഒരു തലശ്ശേരിക്കാരുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള അവരുടെ ഒരു നോമ്പ് തുറ വിഭവമാണ് കേട്ടോ അത്. അപ്പോൾ അവർ പിന്നെ ഇതിൽ മുട്ടയുടെ മിക്സാണ് കൂടുതലായിട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ മുട്ടയുടെ മിക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. ഇതിൽ നിങ്ങൾക്ക് തേങ്ങയുടെ മിക്സ് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഉള്ളിൽ നിറക്കുണ്ടാക്കാൻ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ ക്യാരറ്റ് കഴിക്കാത്ത കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടും കേട്ടോ. അത് ക്യാരറ്റ് ആണെന്നൊന്നും പ്രത്യേകിച്ച് അറിയില്ല ഇങ്ങനെ കഴിക്കുമ്പോൾ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് വൈകുന്നേരത്തിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ 2-3 പ്രാവശ്യം ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. ഉൾഭാഗത്തു നിന്ന് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. 2 സൈഡിൽ നിന്നൊന്ന് ചെറുതായിട്ടൊന്ന് കീറി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് റോസ് വാട്ടറും കൂടെ ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ റോസ് വാട്ടർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഏലക്കൻ്റെ പൊടി ചേർത്താൽ മതി. റോസ് വാട്ടർ നിർബന്ധമൊന്നുമില്ല കേട്ടോ, എല്ലാവർക്കും ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. എന്നിട്ട് നമ്മൾ ആ സിറപ്പ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ, ഇല്ലെങ്കിൽ ഇത് ആകെ അങ്ങോട്ട് കുതിർന്നു പോവും. അപ്പോൾ ഇതിന് നേരത്തെ ഒഴിച്ചു വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ആ ഒരു പാൻ കേക്കിന് മധുരമില്ലല്ലോ, അപ്പോൾ ഈ ഒരു സിറപ്പും കൂടെ ആകുമ്പോൾ മധുരം നന്നായിട്ട് ബാലൻസ് ആവും. ഇനി കുറച്ച് പിസ്ത ഒക്കെ വെച്ചിട്ടോ എന്തെങ്കിലും നട്ട്സൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.